വേനൽക്കാലമായി. കനത്ത ചൂടിൽ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇനി നമുക്ക് വേണ്ടത്. ആഹാരത്തോടൊപ്പം തന്നെ ശരീരത്തിലെ ജലാംശം വർദ്ധിപ്പിക്കാനുള്ള ഒരു കറിയാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും അനു അനുജാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാമ്പാർ ചീരയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ. വാട്ടർ ലീഫ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. പലരുടെയും വീട്ടുവളപ്പിലും വേലിയിലും ഇത് ഉണ്ടാവുമെങ്കിലും ആരും തന്നെ അധികം ശ്രദ്ധിച്ച് കാണില്ല. വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് ഈ ചീരക്കറി. പരിപ്പ് ഉപയോഗിച്ചുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വേരുകൾ ഒഴികെ തണ്ടുകൾ ഉൾപ്പെടെ എല്ലാം കറി വയ്ക്കാൻ ഉപയോഗിക്കാം. പൂക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒഴിവാക്കാം കേട്ടോ. ഇതിൻ്റെ തണ്ടിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിലൂടെ ഇതിലെ ജലാംശം നമ്മുടെ ശരീരത്തിലും എത്തും. തണുപ്പുകാലത്തും മഴക്കാലത്തും ഇത് കഴിക്കുന്നതിലൂടെ പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. വൈറ്റമിൻ എയും കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവ ഈ ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിലൂടെ ശരീരം തണുക്കുന്നതിനും ഉപകരിക്കും. വായ്പുണ്ണിനും ഇത് ഉത്തമ ഔഷധമാണ്. മിനറൽസും ആൻറ്റി ഓക്സൈഡും ഉള്ളതിനാൽ ബ്ലഡ് കൗണ്ട് കുറവുള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. ആസ്മയുള്ളവർക്കും ഗർഭിണികൾക്കും ഇത് കഴിക്കുന്നത് ഉത്തമമാണ്. ശരീരം തണുക്കുന്നതിലൂടെ രാത്രി നല്ല ഉറക്കം ലഭിക്കും. അതിനാൽ ഉറക്കക്കുറവ് ഉള്ളവർക്കും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പ്രമേഹമുള്ളവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ് ഇത്. പ്രഷർ ഉള്ളവർക്കും ഇത് കഴിക്കാൻ ഉത്തമമാണ്. നിർജ്ജലീകരണം തടഞ്ഞ് ശരീരത്തെ സംരക്ഷിക്കാൻ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും കറിവെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വേനൽക്കാലത്ത് കറിവെച്ച് കഴിക്കുന്നതാണ് നല്ലത്. അതിനാൽ ഇന്നു തന്നെ നിങ്ങളുടെ വീട്ടിലെ സാമ്പാർ ചീര ഉണക്കി കളയാതെ വെള്ളമൊഴിച്ച് സംരക്ഷിക്കുക. ഇതിൻ്റെ മൂപ്പേത്തിയ തണ്ട് ഉപയോഗിച്ച് കൃഷി ചെയ്യാം. ഇതിൽ വരുന്ന വയലറ്റ് പൂക്കൾ നല്ല ഭംഗി ഉണ്ടാക്കുന്നതാണ്. അതിനാൽ ആഹാരത്തോടൊപ്പം തന്നെ ഭംഗിക്കായും ഇത് വളർത്തുന്നവരുണ്ട്. ഇത് ഉപയോഗിച്ച് ഒട്ടേറെ വിഭവങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.